ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം. 7-ാം ശ്ലോകം. കാർപണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യച്ഛ്രേയ സ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. കൃപണതയാകുന്ന ദോഷത്താൽ ബാധിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനും ധർമ്മം എന്താണെന്നറിയാത്തതിനാൽ മൂഢമായി തീർന്ന ബുദ്ധിയോടു കൂടിയവനുമായ ഞാൻ യാതൊന്നാണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്നങ്ങയോട് ചോദിക്കുന്നു. അതിനെ എനിക്ക് തീർച്ചയാക്കി പറഞ്ഞു തന്നാലും ഞാൻ നിന്തിരുവടിയുടെ ശിഷ്യനാണ്. അങ്ങയെ ശരണം പ്രാപിച്ചവനായ എന്നെ വേണ്ടതുപദേശിച്ച് തന്നനുഗ്രഹിച്ചാലും. 8-ാം ശ്ലോകം. നഹി പ്രപശ്യാമി മമാപനുദ്യാദച്ഛാഗമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഭൂമിയിൽ ശത്രുക്കൾ ഇല്ലാതായി തീർന്നതും ഐശ്വര്യസമൃദ്ധമായ രാജ്യത്തെയും ദേവന്മാരുടെ അധിപനായി തീരുക എന്ന അവസ്ഥയെയും കിട്ടിയാൽ പോലും ഇന്ദ്രിയങ്ങളെ വാട്ടിവരട്ടുന്ന എൻ്റെ ദുഃഖത്തെ യാതൊന്ന് തീരെ ഇല്ലാതാക്കുമോ? അതിനെ ഞാൻ കാണുന്നില്ല നിശ്ചയം. 9-ാം ശ്ലോകം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ ന യോത്സ്യ ഇതി ഗോവിന്ദമുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയൻ പറഞ്ഞു, ശത്രുക്കളെ തപിപ്പിക്കുന്നവനും ഉറക്കത്തെ ജയിച്ചവനുമായ അർജുനൻ ഇന്ദ്രിയങ്ങളുടെ നിയന്താവായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം അറിയിച്ചതിന് ശേഷം വേദവാക്യങ്ങളാൽ മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ഭഗവാനോട് ഞാൻ യുദ്ധം ചെയ്യില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നു. കഷ്ടം തന്നെ. ഹരേ കൃഷ്ണ.